നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അക്ഷരാർത്ഥത്തിൽ സെലൻസ്കി ഇന്ന് ട്രംപിനെ ഭിത്തിയിൽ ചേർത്തൊട്ടിക്കുന്ന കാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ ഇന്ന് കണ്ടത്. സോഷ്യൽ മീഡിയയ്ക്കും വാർത്താ മാധ്യമങ്ങൾക്കും അപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട് ഇത്തവണ സെലൻസ്കിക്ക്. ലോകമെമ്പാടുമുള്ള സമാധാനാകാംക്ഷികളുടെ പ്രതിരൂപമെന്നും അസാധാരണമായ മനക്കരുത്തുള്ള മനുഷ്യരെന്നുമാണ് BBC സെലൻസ്കിയെ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലെ സംഭവവികാസങ്ങൾ കൂടിയായതോടെ ഈ വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സെലൻസ്കി വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നത്. റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് സെലൻസ്കിയോട് രൂക്ഷമായി പറഞ്ഞു. സെലൻസ്കി മൂന്നാം മഹാലോക യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണോ എന്ന് ട്രംപ് ചോദിച്ചു. പുടിനുമായി വീണ്ടും ഒരു വിട്ടുവീഴ്ച പാടില്ല എന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു. ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് പിന്നെ ഉണ്ടായത്. വേണ്ടി വന്നാൽ യുക്രൈനെ കയ്യൊയ്യുമെന്നും ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകി. തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയി. വൈറ്റ് ഹൗസിന്റെ പടികൾ ഇറങ്ങുമ്പോഴും തന്റെ ജനതയുടെ മുന്നിലും തന്റെ പിന്തുണയ്ക്കുന്നവരുടെ ഹൃദയത്തിലും തന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു സെലൻസ്കി. ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ അധികം കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവവികാസങ്ങൾക്കാണ് സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിലൂടെ വൈറ്റ് ഹൗസ് സാക്ഷിയായത്. യുക്രൈനിലെ അപൂർവ ധാതുവകങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് തുടങ്ങിയ വൈറ്റ് ഹൗസ് ചർച്ച പെട്ടെന്നാണ് വഴിതിരിഞ്ഞതും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് എത്തിയതും. സെലൻസ്കിയിൽ നിന്നുമുണ്ടാകുന്നത് മര്യാദയില്ലാത്ത പെരുമാറ്റമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്തുകയാണ് യുക്രൈൻ പ്രസിഡന്റ് എന്നുമായിരുന്നു ട്രംപിന്റെ ആരോപണം. ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ നേരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത്. അമേരിക്ക ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് എപ്പോഴെങ്കിലും സെലൻസ്കി നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പോഴും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു സെലൻസ്കി. പുടിനെ കൊലയാളി എന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. റഷ്യൻ അധിനിവേശം മൂലം ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് കാണണമെങ്കിൽ യുക്രൈനിലേക്ക് വരാൻ സെലൻസ്കി JD വാൻസിനോടും ട്രംപിനോടും പറഞ്ഞു. പിന്നാലെ വാക്കുതർക്കം കൂടുതൽ രൂക്ഷമായി. പബ്ലിസിറ്റി ടൂളുകൾ നടത്തുകയാണ് സെലൻസ്കി ചെയ്യുന്നതെന്നായിരുന്നു വാൻസിന്റെ പരിഹാസം. റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിക്കുന്നത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് സെലൻസ്കിയോട് രൂക്ഷമായി പറഞ്ഞു. അവസാനം ട്രംപിന് തന്നെ നല്ല ഉഗ്രൻ പണി കൊടുത്ത് ട്രംപിനെ ഭിത്തിയിലേക്ക് തേച്ചൊട്ടിക്കുന്ന രീതിയിൽ സെലൻസ്കി അവിടെ നിന്നും നെഞ്ചും വിരിച്ച് വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ലോകരാജ്യം അക്ഷമയോടുകൂടി കണ്ടത്. അതായത് ട്രംപിന്റെ പത്തി സെലൻസ്കി അടിച്ചു താഴ്ത്തി വൈറ്റ് ഹൗസിൽ വെച്ചിട്ട്. ട്രംപ് ഏറെ താല്പര്യപ്പെട്ട യുക്രൈനിലെ ധാതു സമ്പത്ത് കൈമാറൽ കരാറിൽ ഒപ്പിടാതെയാണ് സെലൻസ്കി മടങ്ങിയത്. സമാധാനത്തിന് തയ്യാറാകുകയാണെങ്കിൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് പിന്നീട് പ്രതികരിച്ചു. യുക്രൈന് വേണ്ടത് സമാധാനമാണെന്നും തങ്ങളുടെ ശ്രമം അതിനുവേണ്ടിയാണെന്നും സെലൻസ്കി ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ട്രംപിന്റെ പേരെടുത്ത് പറയാതെ അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കിക്ക് പൂർണ്ണമായ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ. നല്ല സമയത്തും പരീക്ഷണ ഘട്ടത്തിലും യുക്രൈനൊപ്പം നിലയുറപ്പിക്കുമെന്നാണ് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് എക്സിലൂടെ വ്യക്തമാക്കിയത്. സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഒലോഫ് ഷോണും യുക്രൈൻ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ജർമ്മനിയെയും യൂറോപ്പിനെയും യുക്രൈന് എല്ലാ കാലത്തും ആശ്രയിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും യുക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരേ ഒരു ആക്രമണകാരിയേ ഉള്ളൂ, അത് റഷ്യയാണ്. ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയേ ഉള്ളൂ, അത് യുക്രൈനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്
ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.